എല്ലാവർക്കും ഡിഫെടെക്കിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു കാറാണ്. അതായത് കാറെന്നൊന്നും പറയാൻ പറ്റില്ല, ജസ്റ്റ് നമ്മുടെ പുൽച്ചാടിയുടെ ഒരു കുഞ്ഞു റോബോട്ട് പോലത്തെ സാധനം. അതായത് ജമ്പിങ് ഗ്രാസ് ഹോപ്പർ റോബോട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ സംഭവത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ രണ്ട് മോട്ടറും ഒരു കൈയൊക്കെ ഫിക്സ് ചെയ്ത പോലെയാണ് സംഭവമാണ്. നമ്മൾ ഈ നീന്തൂല അതുപോലെ ഇങ്ങനെ 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 തുഴഞ്ഞ് ഇത് ചാടും. ഇതിൻ്റെ ബാക്കി രണ്ട് വീല് വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് എല്ലാം ഫ്രീ ആയിട്ട് മൂവ്മെൻറ്റിനാണ്. അപ്പോൾ ഇത് കാറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ അതിൻ്റെ കൈകുത്തി ഇങ്ങനെ ചാടുമ്പോൾ അത് പുൽച്ചാടിയൊക്കെ ചാടൂലേ, അതുപോലെ ചാടി പോവും. നല്ല ഹൈറ്റ് ഒന്നുമല്ല അതോ, ജസ്റ്റ് ഇങ്ങനെ ചാടി പോവും. സാധാരണ ഉരുണ്ടല്ലേ പോവുക, ഇത് ചാടി പോവും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി വേറെ കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇതിങ്ങനെ ചാടി പോകുമ്പോൾ ഒറ്റ തട്ട് കൊടുത്താൽ ഇത് ചിലപ്പോൾ മലന്ന് അല്ലെങ്കിൽ കമന്നൊക്കെ വീഴും. ആ സ്ഥിതിയിൽ നിന്ന് തന്നെ ഇതിങ്ങനെ കൈകുത്തി സാധാരണ ഒരു ഇതിലേക്ക് വന്ന് വീണ്ടും ചാടി തുടങ്ങും. നമ്മൾ കാലം കൊണ്ടൊക്കെ ഒരു തട്ട് കെട്ടി അത് പോയി ഇങ്ങനെ വായം പൊളിച്ചെടുക്കുന്നതൊക്കെ കിടന്നു കഴിഞ്ഞാൽ അതായത് അതിൻ്റെ കൈ കൊണ്ട് ഇങ്ങനെ കുത്തി ചാടി സാധാ പോലെ തന്നെ ചാടിക്കൊണ്ടിരിക്കും. അതാണ് നമ്മുടെ ഇന്നത്തെ ഗ്രാസ് ഹോപ്പർ റോബോട്ടിൻ്റെ പ്രത്യേകത. അപ്പോൾ കൂടുതലൊന്നും പറയാനുള്ള ഇതെങ്ങനെ ഈ ഗ്രാസ് ഹോപ്പർ റോബോട്ട് ഉണ്ടാക്കാം അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയണ്ടേ. നേരെ വീഡിയോയിലോട്ട് പോവാം. ഫ്രണ്ട്സ്, നമ്മളിവിടെ ഗിയർ മോട്ടർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഗിയർ മോട്ടർ നമുക്ക് ആവശ്യമുള്ളൂ. ഗിയർ മോട്ടറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കുറച്ച് ഗിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്പീഡ് കുറവായിരിക്കും, ടോർക്ക് കൂടുതലായിരിക്കും. പിന്നെ ഒരു 9 വോൾട്ട് ബാറ്ററി, പിന്നെ നമ്മളൊരു 9 വോൾട്ട് ബാറ്ററി കണക്ടർ, പിന്നെ സാധാരണ ഒരു കോലുമിഠായി ഇല്ലേ അതിൻ്റെ നമ്മുടെ ആ കോലുമിഠായിയുടെ കോല് ഇങ്ങനെ 2 കഷ്ണമായിട്ട് ഒടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ കോലിൻ്റെ നടുക്കൊരു സ്ട്രോ ഇട്ടിട്ട് 2 സൈഡിലും ഇതേപോലെ അടപ്പ് ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. ഇതൊരു വീലായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതുപോലെ എടുക്കുക. ഇതുപോലത്തെ കുഞ്ഞു സാധനങ്ങൾ നമുക്ക് ആവശ്യമുള്ളൂ. പിന്നെ നമ്മൾ 2 ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ ഈ ഐസ്ക്രീം സ്റ്റിക്കല്ല, പഴയൊരു ഐസ്ക്രീം സ്റ്റിക്ക് ഞാൻ ഒടിച്ചു. എന്നിട്ട് 3 കഷ്ണമാക്കി. 2 കഷ്ണം ഒരേ അളവിലാട്ടോ. എന്നിട്ട് ആ 2 കഷ്ണം നമ്മൾ ഈ മോട്ടറിൻ്റെ 2 സൈഡിലേക്ക് നീണ്ടക്കണ ആ കാലില്ല ഒന്ന് ഗ്ലൂഗൺ വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഫെവിക്യൂക്ക് ആണെങ്കിൽ നല്ലതാണ്. ഫെവിക്യൂക്ക് ഉപയോഗിക്കുമ്പോൾ ഉള്ളിലേക്കൊന്നും പോകാണ്ട് നോക്കാം. ഇതേപോലെ ഞങ്ങൾ 2 സൈഡിൽ ഒട്ടിച്ചെടുക്കും. ഒരു കാലും കൈയൊക്കെ പോലെ ഇരിക്കും. അതിനുശേഷം നമ്മൾ ആ സ്റ്റിക്കിൻ്റെ അറ്റത്ത് 2 സ്റ്റിക്കിൻ്റെ അറ്റത്തും നമ്മൾ നമ്മുടെ കോലുമിഠായിയുടെ കോലൊട്ടിച്ചു. സിമ്പിൾ കണക്ഷനാണ്. പ്ലസ് നേരെ ബാറ്ററിയിലേക്ക് പോകും, മൈനസ് നേരെ സ്വിച്ച് വഴി ബാറ്ററി പോകും. ഇത്രേ ഉള്ളൂ നമ്മുടെ കണക്ഷനും കാര്യങ്ങളും. ഇനി നമ്മൾ ആ സ്ട്രോ ഗ്ലൂ തേച്ചിട്ട് നമ്മുടെ സ്റ്റിക്കും ഒട്ടിക്കാം. അപ്പോൾ ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്തോളും. പിന്നെ നമ്മൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം അത് നമ്മൾ ഒട്ടിക്കുക. അപ്പോൾ നമ്മുടെ ജമ്പിങ് ഗ്രാസ് ഹോപ്പർ റോബോട്ടിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇത്ര സിമ്പിളായിട്ടാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിരുന്നത്. ഇതിങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ ആ 2 കൈയില്ലേ അതിങ്ങനെ താഴ്ത്ത് കുത്തുമ്പോൾ ആ പ്രഷറിൽ പൊങ്ങും. പിന്നെ ബാക്കോട്ട് വീണ്ടും കുത്തുമ്പോൾ അങ്ങനെയാണ് ഇത് ചാടിപ്പോകുന്നത്. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന റോബോട്ടാണിത്. അപ്പോൾ എല്ലാവരും എന്തായാലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.
അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ കുറേ ഷൂട്ട് ചെയ്യുമെന്ന് വിചാരിച്ചാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കി ഒക്കെ വന്നപ്പോഴേക്കും കുറേ സമയമായി. പിന്നെ ഇരുട്ടൊക്കെ ആയി തുടങ്ങിയപ്പോൾ പുറത്തൊന്നും എടുക്കാനും പറ്റിയില്ല. പിന്നെ ഞാൻ ടേബിളും വെച്ച് ചെയ്ത് പോയിട്ട് ലാസ്റ്റിങ്ങൾ നിന്നുണ്ടാവും. നല്ല ഹൈറ്റ് ആയിരുന്നു ആ ടേബിൾ, അവിടെ നിന്ന് കുറച്ച് വെട്ടുണ്ടായത്. അപ്പോൾ ഞാൻ ടേബിൾ വെച്ച് ചെയ്തപ്പോൾ നല്ല രീതിക്ക് ചാടിയായിരുന്നു. പിന്നെ ഇതിനെ കുറേ സ്കില്ലും കാര്യങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിങ്ങനെ വീണ് കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ കൈയൊക്കെ കൂതി സൂപ്പർമാനെ പോലെ ഇങ്ങനെ പൊന്തിയൊക്കെ ചെയ്ത് തവളയൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ കുറേ സ്കില്ലും കാര്യങ്ങളൊക്കെ ഈ റോബോട്ട് കാണിച്ചിട്ടുണ്ടായി ഫ്രണ്ട്സ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടു. ഞാൻ സ്ലോ മോഷനിലൊക്കെ ചിലതെടുത്ത് കാണിച്ചിട്ടുണ്ടായൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം. അപ്പോൾ ലാസ്റ്റ് എന്ന് വെച്ചാൽ ഇതിങ്ങനെ സ്കില്ലൊക്കെ കാണിച്ച് കഴിഞ്ഞ് നേരെ എടുത്ത് താഴത്തേക്ക് ഒറ്റ ചാട്ടം, അതായത് തെന്നിപ്പോയി സംഭവം. മേശയുടെ മുകളിലായിരുന്നു. ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് കാണാനൊന്നും പറ്റിയില്ല. ഇപ്പം എൻ്റെ അമ്മയാണ് എടുത്തു തന്നെ. അപ്പോൾ കാണാനൊന്നും പറ്റിയില്ല നേരത്തെ. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക, ഇടയ്ക്ക് സംഭവം നേരെ ചാടി ഒറ്റ താഴ്ത്തിക്ക് വീഴുള്ളു. അപ്പോൾ നല്ല ഹൈറ്റൊക്കെ ഉണ്ടായ സംഭവം നേരെ താഴ്ത്തുകൊണ്ട് ഫ്ലോപ്പായി ഫുൾ പൊട്ടിപ്പോയി ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഹൈറ്റുള്ള ടേബിൾ മുകളിൽ വയ്ക്കരുത്. അങ്ങനെ വയ്ക്കണമെങ്കിൽ തന്നെ നന്നായിട്ടൊന്ന് ഒട്ടിച്ച് നോക്കിയാൽ. ഞാൻ ജസ്റ്റ് ഈ വീഡിയോ കഴിയുമ്പോൾ ഇത് പറിച്ച് അടുത്ത് ഉണ്ടാക്കണമല്ലോ എന്ന് ഓർത്തിട്ട് അത്ര ഗ്ലൂ ഒന്നും വെച്ചിട്ടുണ്ടായില്ല, കുറച്ച് ഗ്ലൂ വെച്ചിട്ടുണ്ടായുള്ളൂ. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കുകയാണെങ്കിൽ നന്നായിട്ട് ഗ്ലൂ വയ്ക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഈസി ആയിട്ട് പൊട്ടിക്കാൻ വേണ്ടി ഇങ്ങനെ ഗ്ലൂ വെച്ചപ്പോൾ പൊട്ടിക്കേണ്ട ആവശ്യവും വന്നില്ല. നേരെ ഇതിൻ്റെ മുകളിൽ നിന്ന് തന്നെ ചാടി അത് സൂസൈഡ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ വീഡിയോകൾ ഇതുപോലത്തെ ടെക്നിക്കൽ DIY ക്രാഫ്റ്റ് അങ്ങനത്തെ വീഡിയോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ മറക്കാൻ്റെ DFID സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സൈഡിലുള്ളൊരു ബെൽ ബട്ടൺ കാണും, അതൊന്ന് ഓൾ കൊടുക്കുക. പിന്നെ വല്ല ഡൗട്ട് എങ്ങനെയാണ് താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഇതുപോലുള്ള പുതിയ വീഡിയോ കാണുന്ന പ്രതീക്ഷയിൽ ദേവനാരായണൻ സൈനിങ് ഔട്ട്.